കുട്ടികളെ ഇത് പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഓൾറെഡി 5 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഈ 5 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴത്ത് കൊടുക്കാം. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സ് പഠിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സ് മനസ്സിലാക്കിയിരിക്കണം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. അതായത് അവിടെ ചെയ്ത പല ഡെറിവേഷൻസും ഞാൻ ഇവിടെ ചെയ്യില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോവുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് എന്താണ് പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സിൻ്റെ കേസാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറഞ്ഞത്, ഒരു പാർട്ടിക്കിൾസ് എക്സ് ആക്സിസിൽ കൂടി മൂവ് ചെയ്യുക, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യുക, ഇതിൻ്റെ വാൾസിലേക്ക് മൂവ് ചെയ്യുക. ആ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേവ് ഫങ്ഷൻസുകൾ, വ്യത്യസ്ത വേവ് ഫങ്ഷൻസ്, അതായത് വ്യത്യസ്ത സ്പീഡിൽ ചലിക്കുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ വ്യത്യസ്ത വേവ് ഫങ്ഷൻസുകൾ ഡിറൈവ് ചെയ്യുന്നതും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫ് വരക്കുന്നതൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ് ആക്സിൽ കൂടി മൂവ്മെൻറ്റ് മാത്രമല്ല പരിഗണിക്കുന്നത്. പാർട്ടിക്കിൾസ് ഒരു സ്പേസിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും പരിഗണിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ്, ഈ ബോക്സിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നിരിക്കുക, ഇതിൻ്റെ മധ്യഭാഗത്ത് കൂടി ഇങ്ങനെ മൂവ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എക്സ് കമ്പണൻറ്റിൻ്റെയും വൈ കമ്പണൻറ്റിൻ്റെയും സെഡ് കമ്പണൻസിൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. That means it is very much useful, especially if you are considering about ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റിലും ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ഇലക്ട്രോൺസ് അങ്ങനെ എക്സ് ആക്സിൽ കൂടിയല്ല കറങ്ങുന്നത്, ഒരു സ്ഫെറിക്കലി ചുറ്റിലും കൂടിയാണ് ഇലക്ട്രോൺസുകൾ കറങ്ങുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സ് ഈസ് വെരി യൂസ്ഫുൾ ടു അപ്ലൈ ദി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ കേസിൽ നമുക്ക് പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ബോക്സ് ആണേ, ഇതൊരു ക്യൂബിക് ബോക്സ് ഒന്നല്ല. ഞാൻ വരച്ചത് ക്യൂബായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ക്യൂബിക് ബോക്സ് അല്ല, നിങ്ങൾ കുറച്ചും കൂടി നീളത്തിൽ വരക്കുക. അതൊരു റെക്ടാങ്കുലർ ബോക്സ് ആണ്. ആ ബോക്സിന് ലെങ്ത്ത് ദാറ്റ് ഇസ് എ എടുക്കുക, നമ്മൾ എ ആണ് ലെങ്ത്ത്. അതിനൊരു ഹൈറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ബി ആക്കി എടുക്കുക. അതിൻ്റെ വിഡ്ത്ത് നമ്മൾ സി ആക്കി എടുക്കുക. ദിസ് ഇസ് അലോങ് എക്സ് ആക്സ്, ദിസ് ഇസ് അലോങ് വൈ ആക്സ്, ദിസ് ഇസ് അലോങ് സെഡ് ആക്സ്. അതായത് അങ്ങനത്തെ ഒരു ബോക്സ് എടുക്കുക. ആ ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇലക്ട്രോണോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂളോ വാട്ട് എവർ ഇറ്റ് മേ ബി. ആ പാർട്ടിക്കിൾസിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ഇങ്ങനെയായിരുന്നു, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല ആദ്യം. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ദാറ്റ് ഈസ് യു ക്യാൻ സേ ഡെൽ സ്ക്വയർ സൈ ബൈ ഡെൽ എക്സ് സ്ക്വയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഓഫ് psi is equal to എന്താക്കി മാറ്റാം, is equal to 0 ആയിരിക്കും. ഈ psi എന്ന് പറഞ്ഞാൽ അതൊരു വേവ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും സെഡ് ആക്സിനെയും. പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സുകൾ നമ്മൾ അസ്യൂം ചെയ്ത് എങ്ങനെയായിരുന്നു, ദിസ് സൈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ് ആക്സിസ്. എന്നിട്ട് നമ്മൾ ഈ ടേംസ് എല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് എത്തിച്ചേർന്നത്. ഇനി വേർ ഈസ് ദി ടോട്ടൽ എനർജിയാണ്. വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ ഫസ്റ്റ് 1-dimensional ബോക്സിൽ ഒരു കാര്യം പറഞ്ഞേക്കാനോ, ഇൻസൈഡ് ദി ബോക്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ, വിയുടെ വാല്യൂ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കും, ദാറ്റ് ഈസ് ടേക്കൺ ആസ് 0 ആക്കി എടുത്ത് അല്ലേ. ഔട്ട്സൈഡ് ദി ബോക്സിൽ വിയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് നിങ്ങൾ ഇവിടെയും അപ്ലൈ ചെയ്യുക. അതായത് ഇൻസൈഡ് ദ ബോക്സിൽ വിയുടെ വാല്യൂ 0 ആണ്, ഔട്ട്സൈഡ് ദ ബോക്സിൽ വിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറൂലേ, ദാറ്റ് ഇസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വിക്ക് 0 കൊടുത്താൽ യു വിൽ ഗെറ്റ് ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ psi ഐ ടോൾഡ് യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് ആണ്. ഇതിന് ഒറ്റയടിക്ക് നമ്മൾ എല്ലാം കൂടി ഡിറൈവ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ ഹിയർ വി അഡോപ്റ്റ് എ മെത്തേഡ് ഓഫ്
വേരിയബിൾ സെപ്പറേഷൻസ്, അതായത് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അത് നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ സൈനെ വി ക്യാൻ റിസോൾവ്ഡ് ഇൻ ടു 3 components. ദാറ്റ് ഈസ് എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ, സെഡ് ഓഫ് സെഡ് എന്ന് റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് അഗൈൻ എ വേവ് ഫംഗ്ഷൻ അലോങ് എക്സ് ആക്സിസ്. വൈ ഇസ് വേവ് ഫംഗ്ഷൻ that depends on y, then capital Z again wave function തന്നെയാണ്. For the simplicity, നമുക്ക് കുറച്ചും കൂടി ഇത്രയും ടേംസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേഷൻ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ സൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഇൻറ്റു ക്യാപിറ്റൽ സെഡ് എന്ന് കൊടുത്തു. ഇത് മൂന്നും വേവ് ഫംഗ്ഷൻ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 1 ചേഞ്ചസ് ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എക്സ് വൈ സെഡ്. നേരത്തെ നമ്മളിവിടെ സൈ ആയിരുന്നു പറഞ്ഞിരുന്നത്, അതിന് പകരം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്ന് കൊടുത്തു. ഡോ സ്ക്വയർ ബൈ ഡോ ബൈ സ്ക്വയർ എക്സ് വൈ സെഡ്, ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്, 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ. നേരത്തെ സൈ ആയിരുന്നു കൊടുത്തിരുന്നത്, അതിന് പകരം നമുക്ക് എക്സ് വൈ ഇൻറ്റു സെഡ് എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ വൈനും സെഡിനും ഈ ഒരു ഡിഫറൻഷിയേറ്റിൽ കാര്യമായ ഒരു റോളും ഇല്ല. അങ്ങനെ ആകുമ്പോൾ വാട്ട് യു ക്യാൻ ഡു ഈസ് ദാറ്റ് വൈ സെഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ യു വിൽ ഗെറ്റ് ഡോ സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഈ കേസിൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എക്സിനും സെഡിനും കാര്യമായ റോൾ അവിടെ ഇല്ല. സോ യു വിൽ ഗെറ്റ് ഡോ സ്ക്വയർ ദാറ്റ് ഈസ് എക്സും സെഡും പുറത്തെടുത്തിട്ട് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ വൈ, ദെൻ പ്ലസ് ദാറ്റ് ഈസ് എക്സ് വൈ പുറത്തെടുക്കുക, ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും പുറത്തെടുത്താൽ ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ സെഡ് പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മൾ അടുത്തത് എഴുതുന്നതെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടുത്തെ വൈയും സെഡും വെട്ടിപ്പോകും അല്ലേ. ആര് മാത്രം ബാക്കിയോ എക്സ്, ഒരു പുതുതായിട്ട് എക്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. therefore you can write that is 1 by capital X of dou square x by dou x square plus 1 by capital Y of dou square by dou y square of capital Y plus now 1 by capital Z of dou square by dou Z square into capital Z plus x y z കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് ഇല്ലാതായി പോകും. സോ 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഓക്കെ, നമ്മൾ വേവ് ഫംഗ്ഷനെ 3 ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. ദാറ്റ് ക്യാൻ ഓൾസോ ബി റിസോൾവ്ഡ് ഇൻ ടു 3 components. അപ്പം എന്തായിട്ട് മാറുമെന്ന് അറിയാം. ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ആ ടേംസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വിൽ ഹാപ്പൻ ദാറ്റ് 1 by x of dou square capital X by dou x square plus 1 by y of dou square y by dou y square plus 1 by dou z dou square z by dou z square plus that is 8 pi square m by h square into then ഇവിടെ ex plus ey plus ez കൊടുക്കും അല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ex ടേംസ് എഴുതുക പ്ലസ് now 8 pi square m by h square into ഈ y terms കൊടുക്കുക plus 8 pi square m by h square into ഈ z is equal to 0 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ എക്സും ഇ വൈയും ഈ സെറ്റും കൊടുക്കുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എക്സും വൈയും സെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് 3 പാർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഐ മീൻസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യു ക്യാൻ റൈറ്റ് ആസ് ദാറ്റ് ഈസ് ഇവിടെ എക്സും വൈയും സെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് ഞങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു. വൺ ഈസ് 1 by capital X of dou square capital X by dou X square plus 8 pi square
m by h square into e of x is equal to 0 എന്ന് എഴുതാൻ പറ്റും. This is taken as equation number 1 ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ ക്യാപിറ്റൽ സ്മോൾ എ എന്ന് പറയുന്നത് ഇക്വേഷൻ ആക്കി എടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇതേപോലെ തന്നെ 1 by capital Y ഡോ സ്ക്വയർ ക്യാപിറ്റൽ Y by ഡോ y സ്ക്വയർ പ്ലസ് 8 pi square m by h square into e of y is equal to 0. It is taken as equation number B, right? Next one is 1 by z into dou square z by dou z square plus 8 pi square m by h square and e of z is equal to 0 എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് 1 by x ഇതാണ് നമ്മുടെ മൂന്ന് ഇക്വേഷൻസ് അല്ലേ. മൂന്ന് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാര്യം ചെയ്യാം, ഇക്വേഷൻ എ നിങ്ങൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ ബി നിങ്ങൾ ക്യാപിറ്റൽ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ സി നിങ്ങൾ ക്യാപിറ്റൽ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വേറൊരു ഇക്വേഷൻ കിട്ടും. അത് ഞാൻ ഇവിടെ തന്നെയാണ് എഴുതുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സും അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ ദർ വിൽ ബി നോ എക്സ് ഹിയർ. ദാറ്റ് ഇസ് ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 pi square m by h square ex ഇൻറ്റു ഇവിടെ ഒരു പുതുതായിട്ടൊരു എക്സ് ഇവിടെ വരും. എക്സ് ഈസ് ഈക്വൽ ടു 0, കാരണം എല്ലാ ഭാഗത്തും നമ്മൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിലാകുമ്പോൾ ഈ വൈ ഇവിടെ ഉണ്ടാവില്ല. ദഫോർ ഇവിടെ ഇ വൈ ഓഫ് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോറി, എക്സ് അല്ല, ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ ദാറ്റ് ഇസ് ഇവിടുത്തെ ഈ സെഡ് ഇവിടുന്ന് ഇല്ലാതായിപ്പോൾ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സെഡ് ഇവിടെ ഒരു ക്യാപിറ്റൽ സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് ഈ എക്സ് എന്നും വൈ എന്നും സെഡ് എന്നും പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സിൽ ഫൈനലായിട്ട് കിട്ടുന്ന ഒരു ആൻസർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ദെൻ 8 pi square m by h square into e of psi is equal to 0. ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളോട് പറഞ്ഞിട്ട് psi എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ് ആക്സിസ് ആണ്. അഗെയിൻ ദിസ് ഇസ് എ വേവ് ഫംഗ്ഷൻ ആണ്. ഈ സൈക്ക് എക്സും എന്ത് തന്നെയാണ്, വേവ് ഫംഗ്ഷൻ എലോങ് എക്സ് ആക്സിസ്. നേരത്തെ 1 ഡയമെൻഷനിൽ പറഞ്ഞ സൈയും ഇവിടെ പറഞ്ഞ ഈ ക്യാപിറ്റൽ എക്സും സെയിം ആണ്. പക്ഷേ ഇവിടെ ആകുമ്പോൾ വൈ എന്ന് പറയുന്ന കമ്പണന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഇത് ഒരു 1 ഡയമെൻഷണൽ ബോക്സിലെ മൂവ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ, ഇതും 1 ഡയമെൻഷൻ കറസ്പോണ്ടിങ്, ഇതും 1 ഡയമെൻഷൻ കറസ്പോണ്ടിങ് ആണെങ്കിൽ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആ വേവ് ഫംഗ്ഷൻസ് എങ്ങനെ ഡിറൈവ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി 1 ഡയമെൻഷണൽ ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ആൻസേഴ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സോ ദി ആൻസേഴ്സ് ആർ 1 ഡയമെൻഷണൽ ബോക്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഇതായിരുന്നു. psi is equal to √2 by a sin n pi by a x എന്നായിരുന്നു കിട്ടിയിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, നമ്മുടെ കയ്യിലിവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട് സെഡും ഉണ്ട്. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ക്യാപിറ്റൽ എക്സ് ഓർ എക്സ് ഓഫ് എക്സ്, നമ്മുടെ എക്സ് ഓഫ് എക്സിനെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ക്യാപിറ്റൽ എക്സ് ആക്കി മാറ്റിയ ഇസ് ഈക്വൽ ടു √2 by a sin nx. അതായത് n is the principal quantum number along x axis, nx pi by a small x എന്ന് കൊടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് y of y അല്ലെങ്കിൽ ക്യാപിറ്റൽ Y ഈസ് ഈക്വൽ ടു √2 by എക്ക് പകരം b കൊടുക്കണം. ദെൻ സൈൻ നെക്സ്റ്റ് എൻ വൈ ഇൻറ്റു ക്യാപിറ്റൽ അല്ല എൻ വൈ ഇൻറ്റു പൈ ബൈ എക്ക് പകരം നമ്മൾ b കൊടുക്കുന്നു, അത് ഇൻറ്റു എക്സിന് പകരം നമ്മൾ y കൊടുക്കുക, കാരണം y ആക്സൽ ആയതുകൊണ്ട്. നൗ z of z is equal to you will get √2 by c into sin then n z into pi by c into y എന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ psi is equal to നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, that is psi is equal to x of x into y of y into z of z എന്നാണ് പഠിച്ചിരുന്നത്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെയും നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ഫൈനലായിട്ട് ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് നമുക്ക് ലഭിക്കും. ഓക്കെ,
അങ്ങനെയാകുമ്പോൾ psi x of x, y of y, z of z നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ദിസ് ഈസ് ദ ടോട്ടൽ വേവ് ഫംഗ്ഷൻ. That is root 2 by a sin nx pi by a into x, root 2 by b sin ny pi by b into y, root 2 by c sin nz y by c into z എന്ന് കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയ സിംപ്ലിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നടത്താം. That is ഇവിടെ root 2a, root 2b, root 2c അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ you will get root 2 into root 2 into root 2, you will get 2 into 2 into 4 into 2, that is root 8 കിട്ടും. root 8 divided by a into b into c. a നെ b നെ c നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. a means x axis ലെങ്ത്, b means y axis ലെങ്ത്, c z axis ലെങ്ത്. അല്ലെങ്കിൽ that is nothing but വോളിയം ഓഫ് ദി ബോക്സ് ആണ്. നമ്മൾ 3 ഡയമെൻഷൻ ബോക്സ് അല്ലേ പഠിക്കുന്നത്. അപ്പോൾ എയും ബിയും സിയും മൾട്ടിപ്ലൈ നമുക്ക് വോളിയം കിട്ടും. റെഡി? എനിവേ ദാറ്റ് ഇസ് അത് ഇൻറ്റു സൈൻ എൻ എക്സ് പൈ ബൈ എ ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ ദാറ്റ് ഇസ് എൻ വൈ പൈ ബൈ ബി ഇൻറ്റു വൈ ഇൻറ്റു സൈൻ എൻ സെഡ് പൈ ബൈ സി ഇൻറ്റു സെഡ്. ദിസ് ഇസ് ദി complete Schrodinger equation for a particle. ഒരു പാർട്ടിക്കിൾ ഒരു 3 ഡയമെൻഷണൽ ബോക്സ് കൂടി ചലിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ആ ചലനത്തിനെ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ, അത് പെർട്ടിക്കുലർ പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് psi ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഈ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് എൻ്റെയും പൈയുടെ ഒക്കെ വാല്യൂ അല്ല എക്സിൻ്റെ ഒക്കെ വാല്യൂ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് വിൽ ഗെറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദി പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് ദി മോഷൻ യു വിൽ ഗെറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രൂഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ആ കാര്യം നമ്മൾ ഓൾറെഡി പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ ബോക്സിൽ എങ്ങനെയാണ് ഡിറൈവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ വി നോ ഫോർ എ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ ബോക്സ് എനർജി ഈസ് ഗിവൺ ബൈ n സ്ക്വയർ h സ്ക്വയർ ബൈ 8ma സ്ക്വയർ. അവിടെ നമ്മൾ എക്സ് ആക്സിനെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എ എന്ന് പറഞ്ഞ ടേം മാത്രം വന്നത്. പക്ഷേ 3 ഡയമെൻഷൻ ബോക്സ് ആകുമ്പോൾ ഇയുടെ വാല്യൂ ദാറ്റ് ഇസ് ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് ആണ് അല്ലേ. ടോട്ടൽ എനർജിയുടെ വാല്യൂ ഇങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ what happens that E capital T 3 dimensional ബോക്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ 8ma സ്ക്വയർ പ്ലസ് n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ 8mb സ്ക്വയർ പ്ലസ് ദാറ്റ് ഇസ് ഇവിടെ ഒരു കാര്യം ചെയ്യുക, ദാറ്റ് ഇസ് nx ആയിക്കോട്ടെ, ഇത് ny ആയിക്കോട്ടെ, ദെൻ nz സ്ക്വയർ h സ്ക്വയർ ഡിവൈഡ് ബൈ 8mc സ്ക്വയർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇവിടെ എല്ലാവരുടെയും കോമൺ ആയിട്ട് എക്സ് സ്ക്വയർ ബൈ 8m കോമൺ ആണ് അല്ലേ. ദാറ്റ് ഇസ് എച്ച് സ്ക്വയർ ബൈ 8m നമ്മൾ പുറത്തെടുക്കുക. ദെൻ എൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എക്സ് അല്ല, ഇത് വൈ ആണ്, വൈ ഇറ്റ് ഇസ് സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ കൊടുത്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി എനർജി ഓഫ് എ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് എ മോഷൻ ഇൻ എ 3 ഡയമെൻഷണൽ ബോക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഡീജനറസി എന്ന് പറഞ്ഞ ടേംസിലേക്ക് വരിക. എന്താണ് ഡീജനറസി എന്ന് പറഞ്ഞാൽ അർത്ഥം? ദാറ്റ് ഇസ് ഐ ടോൾഡ് യു, ഇത് ഈ ദൂരം എ ആക്കി എടുത്തു, ഇത് ബി ആക്കി എടുത്തു, ഇത് സി ആക്കി എടുത്തു. ഒരു റെക്ടാങ്കുലർ ആണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ക്യൂബ് ആകുമ്പോൾ യു ക്യാൻ സേ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കും. ദാറ്റ് യു കൻ ടേക്ക് ഇറ്റ് ആസ് എ ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷനിൽ ഇത് എ സ്ക്വയർ, ഇതും എ സ്ക്വയർ, ഇതും എ സ്ക്വയർ ആയിട്ട് മാറും. എന്നിട്ട് കാര്യം പറയുന്നു, ഈ ന്യൂക്ലിയസിൽ നിന്ന് 1 യൂണിറ്റ് എക്സ് ആക്സിലും 1 യൂണിറ്റ് വൈ ആക്സിലും 1 യൂണിറ്റ് സെഡ് ആക്സിലും കൂടിയുള്ള ആ സ്പേസിൽ ഐ മീൻസ് ഇഫ് യു ടേക്ക് ദാറ്റ് ഇസ് ഇത് എക്സ് ആക്സ്, ഇത് എക്സ് ആക്സ്, ഇത് സെഡ് ആക്സ്, ഇത് വൈ ആക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾസ് കറങ്ങാം. അതായത് എക്സ് ആക്സിൽ നിന്ന് 1 യൂണിറ്റ് ദൂരവും വൈ ആക്സിൽ നിന്ന് 1 യൂണിറ്റ് ദൂരവും സെഡ് ആക്സിൽ നിന്ന് 1 യൂണിറ്റ് ദൂരത്തിലും കിടക്കുന്ന ഒരു പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ കേസിൽ യു ക്യാൻ സേ ദാറ്റ് എൻ എക്സിന്റെ വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1 ആക്കി എടുക്കാം, എൻ വൈയുടെ വാല്യൂ 1 ആക്കി എടുക്കാം, എൻ സെഡിന്റെ വാല്യൂ നിങ്ങൾ 1 ആക്കി എടുക്കുക. ഐ മീൻസ് യൂണിറ്റ് ദൂരത്ത് ആണ് ആ പാർട്ടിക്കിൾസ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിൾസിന് ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ആ പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷൻസ് അവിടെ എയുടെയും ബിയുടെയും സി വാല്യൂ നമ്മൾ ഈക്വൽ ആക്കിയും കൊടുത്തു. എൻഎക്സിന്റെ വാല്യൂ 1 1 1 കൊടുത്താൽ യു വിൽ ഗെറ്റ് ആൻ ആൻസർ കിട്ടും. ഞാൻ ഈ ആൻസറിലേക്ക് പോകുന്നില്ല, അതിന്റെ വേവ് ഫംഗ്ഷനെ മാത്രം റെപ്രസെന്റ് ചെയ്യുക, ഒരു ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. psi of 1 1 എന്നാ പറയാം. എൻഎക്സിന്റെ വാല്യൂ 1, എൻവൈയുടെ വാല്യൂ എൻസെഡിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ് psi of 1 1 1. അപ്പൊ ആ psi of 1 1 1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ആ എനർജി ഇസ് ഗിവൺ ബൈ, ഈ കേസ് ആകുമ്പോൾ E is equal to, you will get h square divided by 8m into ഇവിടെ nxന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ ആവും, ഇതും 1 സ്ക്വയർ ആവും, ഇതും 1 സ്ക്വയർ ആയിട്ട് മാറും. ഈ കേസിൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എല്ലാം നമ്മൾ എ ആക്കി എടുത്തിരിക്കുന്നത് അല്ലേ. സോ യു വിൽ ഗെറ്റ് 1 by a square plus 1 by a square, again 1 by a square plus 1 by എന്തോന്ന് കിട്ടും, a square എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഈ a square നമ്മൾ ഇതിലേക്ക് എടുക്കുക, 1 by a square 1 by a square 1 by a square ആകുമ്പോൾ you will get the final answer is equal to the 3 by a square കിട്ടും അല്ലേ. so the answer is 3h square divided by 8m a square ആയിരിക്കും അതിൻ്റെ എനർജി. ഐ മീൻ psi of 1 1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ ചലിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചലിക്കുന്ന പാർട്ടിക്കിൾസിന്റെ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കണ്ടീഷൻ നോക്കാം. nxന്റെ വാല്യൂ 1, nyയുടെ വാല്യൂ 2, nzന്റെ വാല്യൂ 1. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് യു കെൻ സേ psi of 1 2 1 എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. nxന്റെ വാല്യൂ 2, nyയുടെ വാല്യൂ 1, nzന്റെ വാല്യൂ 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് psi of 2 1 1 ഇങ്ങനത്തെ ഒരു വേവ് ഫംഗ്ഷൻ. ഈ കേസിൽ nx1 ny1 nz2 ആണെങ്കിൽ psi of 1 1 2. ഈ പറഞ്ഞ മൂന്നെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണ്. ഒരു കാര്യം കണ്ടുപിടിക്കുക, ഈ വേവ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എനർജി നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് h സ്ക്വയർ ഡിവൈഡ് ബൈ 8m എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, nx സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് nx സ്ക്വയർ ബൈ b സ്ക്വയർ പ്ലസ് nx സ്ക്വയർ ബൈ c സ്ക്വയറിനാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതൊരു ക്യൂബിക് ആയതുകൊണ്ട് a is equal to b is equal to c എന്ന് കൊടുക്കുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് a സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ nxന്റെ വാല്യൂ നിങ്ങൾ 1 കൊടുക്കുക, nyയുടെ വാല്യൂ നിങ്ങൾ 2 കൊടുക്കുക. സോറി, ഇത് nx ഇത് ny ആണ്, ദിസ് ഇസ് nz ആണ്. therefore nzന്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുമ്പോൾ what you get is that h സ്ക്വയർ ഡിവൈഡ് ബൈ 8m എന്ന് കിട്ടി. nxന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 1 ബൈ a സ്ക്വയർ കിട്ടും. nyയുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2 സ്ക്വയർ ബൈ a സ്ക്വയർ കിട്ടും. ദാറ്റ് മീൻസ് 4 ബൈ a സ്ക്വയർ കിട്ടും. ഇത് 1 സ്ക്വയർ ബൈ c സ്ക്വയർ a സ്ക്വയർ കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുക 6 ബൈ a സ്ക്വയർ ആണ് ടോട്ടൽ ആയിട്ട് ഇതൊക്കെ കിട്ടും. അതായത് 1 ബൈ a സ്ക്വയർ പ്ലസ് 4 ബൈ a സ്ക്വയർ പ്ലസ് that is 1 by a square ചെയ്താൽ നമുക്ക് 6 by a square കിട്ടും. The final answer is h square അല്ലെങ്കിൽ 6h square divided by 8m a square ആണ് psi 121 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. ഇനി മറ്റൊരു വേവ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് psi 211. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ nxന്റെ വാല്യൂ നിങ്ങൾ 2 കൊടുക്കും അല്ലേ. അപ്പോൾ 2 സ്ക്വയർ യു വിൽ ഗെറ്റ് 4 കിട്ടും, 4 by a സ്ക്വയർ. ഇവിടെ nyയുടെ വാല്യൂ 1 കൊടുക്കുക, 1 by a സ്ക്വയർ. nzന്റെ വാല്യൂ 1 കൊടുത്തു, 1 by a സ്ക്വയർ. അങ്ങനെ ആകുമ്പോൾ ഫൈനലി കിട്ടുന്ന ആൻസർ അഗെയിൻ 6h സ്ക്വയർ ഡിവൈഡ് ബൈ 8m a സ്ക്വയർ തന്നെയായിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയോ. ഈ കേസ് കിട്ടുന്നതും ദാറ്റ് ഈസ് 6h സ്ക്വയർ ഡിവൈഡ് ബൈ 8m a സ്ക്വയർ തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഡിഫറെന്റ് വേവ് ഫങ്ഷൻസ് ഹാവ് ദി സെയിം എനർജി. ആ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ബി കോൾഡ് ഡീജനറസി എന്ന് പറയാം. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അറ്റോമിക് ഓർബിറ്റൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. px ഓർബിറ്റൽ ഉണ്ട്, py ഓർബിറ്റൽ ഉണ്ട്, pz ഓർബിറ്റൽ ഉണ്ട്. 3 ഡിഫറെന്റ് ഓർബിറ്റൽസ് ആണ്, ബട്ട് ദേ ഹാവ് ദി സെയിം എനർജി ആണ്. അതുപോലെ psi 121 എന്ന് പറയുന്നതും psi 211ഉം psi 112ഉം ദർ ആർ ഡിഫറെന്റ് വേവ് ഫങ്ഷൻസ് ആണ്. But these 3 wave functions have the same energy. This is known as the degeneracy of energy എന്നൊക്കെ പറയാം. അതായത് എനർജി വ്യത്യസ്ത ആൾക്കാർക്ക് സെയിം എനർജി വരികയാണെങ്കിൽ we call it as degenerate state എന്നാണ് പറയാം. ഇത്രയാണ്
particles in 3 dimension. In this that you can say that is in site 2 cheyanengil site 2 cheyanengil namakku oru energy kittullu. I mean site 212 221 122 etc. അങ്ങനെ ചെയ്യുമ്പോൾ again you will get triply degenerate ആയിട്ടുള്ള എനർജീസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അവിടെ നമുക്ക് മൂന്ന് വേവ് ഫംഗ്ഷന് ഒരൊറ്റ എനർജി മാത്രമുള്ള അവസ്ഥ കിട്ടും. അപ്പോൾ ഇത്രയാണ് പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ ബോക്സിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഞാൻ എഴുതി വെച്ചൊരു നോട്ട് ഉണ്ട്, അതും കൂടി നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ എഴുതി വെക്കുക പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് എന്നിട്ട് ഇത് വരച്ച് വെക്കുക. വരക്കുമ്പോൾ ക്യൂബ് ആകാൻ പാടില്ല, ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ വരക്കുക. കൺസിഡർ എ സിംഗിൾ പാർട്ടിക്കിൾ, ബ്രാക്കറ്റിൽ ഒരു എ ഗ്യാസ് മോളിക്യൂൾ, അതെല്ലാം കുഴപ്പമൊന്നുമില്ല, ഇലക്ട്രോണോ whatever it may be, having mass m confined to move within a rectangular box with dimension a, b and c along with the x, y and z axis respectively. Potential energy within the box is constant, taken as 0, and infinity outside the wall. Now the time independent Schrodinger equation for 3 dimensions is dou square psi by dou x square, dou square psi by dou y square, dou square psi by dou z square plus 8 pi square m by h square into e minus v psi is equal to 0, where e is total energy and v is potential energy. Now inside the box v is equal to 0. അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 8 pi square m by h square into e psi is equal to 0. To solve this equation, we follow the method of separation of variables. Here you can write that is psi is equal to x of x, y of y, z of z. For the sake of simplicity, psi is equal to x, y, z എന്ന് കൊടുക്കുക. Therefore, the equation 1 becomes dou square xyz divided by dou x square plus dou square xyz divided by dou y square, dou square dou xyz divided by dou z square plus 8 pi square m by h square into e of xyz എന്ന് കൊടുക്കാം. That is yz into dou square x by dou x square xz into dou square y by dou y square plus xy into dou square z by dou z square 8 pi square m by h square into e x y z. Dividing whole with x y z അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും അല്ലേ. 1 by x dou square x by dou x square plus 1 by y dou square y by dou y square plus 1 by z dou square z by dou z square plus 8 pi square m by h square into e is equal to 0 ആയിട്ട് മാറും. Now E is the total energy that can be resolved into 3 components. E is equal to Ex plus Ey plus Ez. Therefore the equation 2 becomes 1 by x dou square x by dou x square plus 1 by y dou square y by dou y square plus 1 by z dou square z by dou z square plus 8 pi square m by h square into Ex plus 8 pi square m into by h square into Ey plus 8 pi square m by h square into Ez is equal to 0. If you take x, y and z are independent, then the above equation can be separated as follows. 1 by x dou square x by dou x square plus 8 pi square m by h square into Ex is equal to 0. 1 by y dou square x by dou x square plus 8 pi square m by h square into Ey is equal to 0. 1 by z dou square x by dou z square plus 8 pi square m by h square into Ez is equal to 0. On multiplying the equation a with x, b with y and c with z, അങ്ങനെയാകുമ്പോൾ dou square x by dou x square plus 8 pi square m by h square into x of x is equal to 0. Dou square y by dou z square plus 8 pi square m by h square into Ey of y is equal to 0. Dou square z by dou z square plus 8 pi square m by h square Ez of z is equal to 0. The equation D, E and F equations are similar to the equation in the particle in 1 dimensional box. Thus we can arrive at the solution for the wave function of x's, yy and zz as x of x is equal to square root of 2 by a sin nx pi by a x, y of y is equal to square root of 2 by b sin ny pi by b into y, z of z is equal to square root of 2 by c sin nz pi by c into z. We know psi is equal to xx yy into zz. Therefore the psi is equal to
ഇതിനെ മൊത്തം എഴുതി വെക്കുക √2a. ഇത് മൊത്തം എഴുതി കഴിഞ്ഞാൽ അവസാനം ഈ എയും ഈ ബിയും ഈ സിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8/a ഇൻറ്റു ബി ഇൻറ്റു സി ഒരു ഇക്വേഷനിലേക്ക് വരും. സൈൻ nx പൈ ബൈ എ ഇൻറ്റു എക്സ് സൈൻ ny പൈ ബൈ ബി ഇൻറ്റു വൈ ഇൻറ്റു സൈൻ nz പൈ ബൈ സി ഇൻറ്റു z എന്നൊരു ഇക്വേഷനിലേക്ക് വരും. Where a into b into c is also taken as the volume of the box ആണ്. Then equation for the energy, we know E is equal to Ex plus Ey plus Ez. Using the equation for particle in one dimension box, we can write E is equal to nx square h square divided by 8m a square, ny square x square by 8m b square, n z square h square divided by 8m c square. That is h square by 8m പുറത്തെടുത്താൽ nx square by a square plus ny square by b square plus nz square by c square എന്ന് കൊടുക്കാം. Concept of degeneracy ആണ്. We know E is equal to h square by 8m into nx square divided by a square plus ny square by b square അങ്ങനെ എഴുതി വെക്കാം. If you consider the cubic box, a is equal to b is equal to c ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എ സ്ക്വയർ ഉണ്ടാകും, ഇവിടെ എ സ്ക്വയർ ഉണ്ടാകും, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. ആ എ സ്ക്വയർ നമുക്ക് പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ദാറ്റ് ഇസ് nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ. If nx, ny and nz is equal to 1, then the corresponding wave equation you can get, that is psi 11. Then the energy of corresponding to 1, that is E11 is equal to 3h square divided by 8m a square. This is non-degenerate. If nx is equal to 1, ny is equal to 2, nz is equal to 1, then psi of 1 to 1, then E is equal to h square by 8m a square, 1 square plus 2 square plus 1 square കൊടുത്താൽ 6h square by 8m a square കിട്ടും. അതുപോലെ തന്നെ psi 112 കൊടുത്താലും 6h square by 8m a square കിട്ടുക. psi 211 കൊടുത്താലും നമുക്ക് അത് തന്നെയാണ് ആൻസർ കിട്ടുക. Therefore, we can say that is they are triply degenerate state എന്ന് പറയാം. psi 121 psi 112 psi 211 സെയിം എനർജി ആണുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ നോട്ട്സ്. ഓക്കെ, താങ്ക് യു.